Now we'll discuss 7th question. ഏഴാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. ഏഴാമത്തെ ചോദ്യം ഞാൻ ആ ക്വസ്റ്റ്യൻ എന്ന് എഴുതിക്കൊള്ളുന്നത്. ഇൻ ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്, in the set of all integers, in the set of all integers, integers z, in the set of all integers z, we define R as set of all ABs such that AB is a factor of 6. A comma B belongs to Z. ഇതാണ് സെറ്റ്. ഈ R റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ഇക്വാലൻസ് ആണോ? ഇതാണ് ചോദ്യം. ഈസ് R റിഫ്ലെക്സീവ്? ഈസ് R സിമെട്രിക്? ഈസ് R ട്രാൻസിറ്റീവ്? സെയിം നമ്മൾ പണ്ട് പഠിച്ച മാതിരി തന്നെ. ഈസ് ആർ ഇക്വാലൻസ് അങ്ങനെ എഴുതില്ല. റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? ഇതാണ് ചോദ്യം. നോക്കൂ, എന്താ റിലേഷൻ? എയും ബിയും തമ്മിൽ ബന്ധമുണ്ടാവണമെങ്കിൽ എ ബി പറഞ്ഞാൽ എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത പ്രോഡക്റ്റാണത്. എ ബി 6ൻ്റെ ഫാക്ടറാണ്. എന്താ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രോബ്ലം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ആയിരുന്നു. ഈസ് എ ഫാക്ടർ ഓഫ് എന്താ? യു ക്യാൻ ടേക്ക് ഔട്ട് സൈഡ്. ആറിനെ പുറത്തെടുക്കാൻ പറ്റുമെങ്കിൽ ഇപ്പം നമ്മൾ പറയും 6 ഈസ് എ ഫാക്ടർ ഓഫ് 12. 6 ഈസ് എ ഫാക്ടർ ഓഫ് 12. അറിയാലോ, കാരണം 12ൽ നിന്ന് 6നെ പുറത്തെടുക്കാൻ പറ്റും. 6നെ പുറത്തെടുത്താൽ കിട്ടുന്നത് എന്താണ്? ഇൻറ്റിജർ ആണെങ്കിൽ വി കോൾ ഇറ്റ് എ ഫാക്ടർ. കെൻ യു സേ 6 ഈസ് എ ഫാക്ടർ ഓഫ് 18? പറ്റും. 6 ഈസ് എ ഫാക്ടർ ഓഫ് 18 പറ്റും. പിന്നെ 6 ഈസ് എ ഫാക്ടർ ഓഫ് 0 പറ്റും. 0 നിന്ന് 6 പുറത്തെടുക്കാം, കാരണം 0 ക്യാൻ ബി റിട്ടൻ ആസ് 0 into 6. ഈസ് 6 എ ഫാക്ടർ ഓഫ് 6? യെസ്, 6 ഈസ് എ ഫാക്ടർ ഓഫ് 6. അപ്പോൾ 6 ഈസ് എ ഫാക്ടർ ഓഫ് -6? യെസ്. അപ്പോൾ ഈസ് എ ഫാക്ടർ ഓഫ് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ സാധനമായിട്ട് ചെറിയ ബന്ധമുണ്ട്. ഈസ് ഡിവിസിബിൾ ബൈ എന്താ? ഈസ് എ ഫാക്ടർ ഓഫ് ആണെങ്കിൽ യു ക്യാൻ ടേക്ക് 6 ഔട്ട് സൈഡ്. ടേക്ക് 6 ഔട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഔട്ട്പുട്ട് ഇൻറ്റിജർ ആണ്. സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഡിവിസിബിൾ ബൈയുടെ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഈസ് എ ഫാക്ടർ ഓഫ്. ഇഫ് യു ഡിവൈഡ് ബൈ 6 യു മസ്റ്റ് ഗെറ്റ് ഇൻറ്റിജർ ആസ് ദ ഔട്ട്പുട്ട്. ക്ലിയർ? ഓക്കെ. അപ്പം ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഫാക്ടർ ഓഫ്. അപ്പം ഇൻ ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യണം റിലേഷൻ. എങ്ങനെ റിലേഷൻ ഡിഫൈൻ ചെയ്യണം? എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവണമെങ്കിൽ എ ബി 6ൻ്റെ ഫാക്ടറാണ്. എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവണമെങ്കിൽ എ ബി 6ൻ്റെ ഫാക്ടറാണ്. അപ്പോൾ 1ന് 1 ആയിട്ട് ബന്ധമുണ്ടോ? 1 into 1. 1ന് 1 ആയിട്ട് ബന്ധമുണ്ടോ? 1ന് 1 ആയിട്ട് ബന്ധമുണ്ടോ? 1 into 1 എന്താ? 1 അല്ലേ? 1നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? 1 is not a factor of 6. AB is a factor of 6 അല്ലേ? ഓക്കെ, AB is a factor of 6. AB is a factor of 6. അപ്പം നമുക്ക് 1 ആയിട്ട് ബന്ധമുണ്ടോ? നോക്കൂ, ഒരു മിനിറ്റ്. 1 is a factor of 6. 1 is a factor of 6. നമ്മൾ പറയും 6 is a factor of 6. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ? 6 is a factor of 6. ട്രൂ ആണ്. ട്രൂ ആണ്. 5 is a factor of 6. 5 is a factor of 6. ട്രൂ ആണോ ഫാൾസ് ആണോ? 5 is a factor of 6. 5 is a factor of 6ൽ നിന്ന് 5 പുറത്തെടുക്കാൻ പറ്റുമോ? നോക്കിയാൽ മതി. 5 is a factor of 6 ഫാൾസ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ 1 is a factor of 6. 1 is a factor of 6. 1 is a factor of 6. ട്രൂ ആണോ ഫാൾസ് ആണോ? 1 is a factor of 6. You can write 1 is a factor of 6. കാരണം എന്താ? 1 is a factor of 6. 6നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 ആണ്. അപ്പോൾ 6 by 1. 1 is a factor. Factor means you can take factor outside. 6ൽ നിന്ന് 1 പുറത്തേക്ക് എടുക്കാൻ പറ്റും. കാരണം 6 can be written as 6 into 1. 1 can be taken outside. അപ്പോൾ 1 is a factor of 6. True ആണ്. അപ്പോൾ 1 1 ബന്ധമുണ്ടോ? Is 1 1 belonging to R?
ഈ 1 1 ഇതിലുണ്ടോ? ഉണ്ട്. 1 1 അതിലുണ്ട്. 2 2 ഫാക്ടർ ഓഫ് 6 ആണോ? യെസ് 2 2. അപ്പോൾ ഇത് ശരിയാണ്. 1 1 ബിലോങ്സ് ടു ആർ. 2 2 ബിലോങ്സ് ടു ആർ ആണോ? 2 2 ബിലോങ്സ് ടു ആർ ആണോ? 2 2 എപ്പോഴാണ് ബന്ധം ഉണ്ടാവുക? 2 into 2. അപ്പോൾ എ ബി ഫാക്ടർ ഓഫ് 6 ആണോ? അപ്പോൾ 2 into 2 is 4. Is 4 is a factor of 6? Is 4 a factor of 6? 6ൽ നിന്ന് 4 പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? 6ൽ നിന്ന് 4 പുറത്തെടുക്കാൻ പറ്റില്ല. കാരണം യു കനോട്ട് റൈറ്റ് 6 ആസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അപ്പോൾ ഫാൾസ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? 2 2 is not belonging to R. അപ്പോൾ 2 2 ആറിൽ ഇല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും അതെന്താണ്? റിഫ്ലെക്സീവ് അല്ല. 1 1 ആറിലുണ്ട്, പക്ഷേ 1 1 ആറിലുണ്ടായാൽ പോരാ. Z ആണ്, സെറ്റ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ 2 2 ഡസ് നോട്ട് ബിലോങ് ടു ആർ ആയതുകൊണ്ട് റിഫ്ലെക്സീവ് അല്ല. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് റിഫ്ലെക്സീവ്. അപ്പോൾ റിഫ്ലെക്സീവ് അല്ല. ഇപ്പോൾ റിഫ്ലെക്സീവ് അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ വെച്ച് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിയറിറ്റിക്കലി പറയാം. എന്ത് പറയാം? റിഫ്ലെക്സീവ് അല്ല. നോ. വാട്ട് ദ റീസൺ? നോ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ മതി. നോ ആണെങ്കിൽ എക്സാമ്പിൾ മതി. യെസ് ആണെങ്കിൽ മാത്രം മതി തിയറി. ഇപ്പം നോ ആണെങ്കിൽ റിഫ്ലെക്സീവ് ആണോ വെച്ചാൽ നോ. വാട്ട് ദ റീസൺ? എന്താ റീസൺ? എന്താ റീസൺ? 2 2 does not belongs to R because 2 into 2 is equal to 4 is not a factor of 6. 2 into 2 is equal to 4. AB is a factor of 6 ആവുമ്പോഴാണ് ബന്ധം. അപ്പോൾ 2 into 2 പറയുന്നത് 4 ആണ്. 4 is not a factor of 6. അപ്പം 2 2 ആറിലില്ല. അതുകൊണ്ട് 3 3 ഉണ്ട്. 3 3 അല്ല 3 3 ഇല്ല. 3 3 ആകുമ്പോൾ 9 അല്ലേ? 9 is not a factor of 6. ഓക്കെ. അപ്പം 2 2 ഇല്ല. ഒറ്റ സാധനം ഇല്ല പറഞ്ഞാൽ മതി. കാരണം ഇൻഡിവിജ്വൽസിലെ എല്ലാവർക്കും അവരവരോട് തന്നെ ബന്ധം ഉണ്ടാവണ്ടേ. അപ്പോൾ 2 2 ആറിൽ ഇല്ലാത്തതുകൊണ്ട് അത് റിഫ്ലെക്സീവ് അല്ല. ഓക്കെ. എക്സാമ്പിൾ മതി. അല്ല എന്ന് പറയാൻ എക്സാമ്പിൾ മതി കേട്ടോ എപ്പോഴും. ഓക്കെ. സിമെട്രിക് ആണോ അത്? ഇസ് ഇറ്റ് സിമെട്രിക്? സിമെട്രിക് ആണോ അത്? റിഫ്ലെക്സീവ് അല്ല. സിമെട്രിക് ആണോ അത്? നോക്കാം. സിമെട്രിക് നോക്കൂ. ഒരു ബന്ധമുള്ള ആൾ പറയും ഇപ്പോൾ 3ഉം 6ഉം തമ്മിൽ ബന്ധമുണ്ട്. കാരണം എന്താ? 18. 6 into 3 18. 3 into 6 18. അപ്പോൾ 3 into 6 18ആണ്. 6 into 3 18ആണ്. അപ്പോൾ അതുകൊണ്ട് 3 6 6ലുണ്ടെങ്കിൽ യു ക്യാൻ സേ 6 3 ഈസ് ഓൾസോ ബിലോങ്ങിങ് ടു ആർ. അപ്പോൾ എപ്പോഴെങ്കിലും എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിൽ എന്തായാലും ബിക്ക് എ ആയിട്ട് ബന്ധം ഉണ്ടാവും. അപ്പോൾ സിമെട്രിക് ആണ്. ഇറ്റ് ഈസ് യെസ്, ഇറ്റ് ഈസ് സിമെട്രിക്. അപ്പോൾ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞാൽ പോരാ. നിങ്ങൾ ടു സേ തിയറിറ്റിക്കലി. എങ്ങനെയാണ് തിയറിറ്റിക്കലി പറയാം? ലെറ്റ് സിമെട്രിക് പ്രൂവ് ചെയ്യണേ. ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ. What does that imply? AB is a factor of 6. What does that imply? AB is a factor of 6 implies BA is also a factor of 6. BA is also a factor of 6. What does that imply? BA belongs to R. AB belongs to R implies BA belongs to R. Therefore, R is symmetric. Clear അല്ലേ? അപ്പോൾ എ ബി ആറിൽ ഉണ്ടാകുമ്പം ബി എയും ആറിലുണ്ട്. അതുകൊണ്ട് ആർ ഇസ് സിമെട്രിക്. ക്ലിയർ ആണോ അത്? അപ്പോൾ സിമെട്രിക് ആണ്. സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യുക? എങ്ങനെയാണ് ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യുക? എന്താ ചെക്ക് ചെയ്യുക? ട്രാൻസിറ്റീവ് ആണെങ്കിൽ എ ബി മാറിലുണ്ട്, ബി സി മാറിലുണ്ട് എന്ന് അസ്യൂം ചെയ്യണം. യു ഹാവ് ടു ഷോ ദാറ്റ് വെദർ ആർ സി ബിലോങ്സ് ടു ആർ ഓർ നോട്ട്. എ സി ആറിലുണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആണ്, ഇല്ലെങ്കിൽ ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ ആദ്യം ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ. രണ്ടും ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് വാട്ട്? എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ്, നിങ്ങൾ ഈ ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യണേൽ ഒരു ഇതായി ഇവിടെ എത്തുമ്പോൾ ബ്ലോക്ക് ആവണം നോക്കോളൂ. എ ബി ബിലോങ്സ് ടു ആർ ആകുമ്പോൾ എന്താവും? എ ബി ഈസ് എ ഫാക്ടർ ഓഫ് 6. BC belongs to R. What does it imply? BC is a factor of 6.
നമുക്ക് ബീനെ ബൈപ്പാസ് ചെയ്യണം. ബീനെ ബൈപ്പാസ് ചെയ്യണമെങ്കിൽ ബീനെ കളഞ്ഞിട്ട് എയും സിയും തമ്മിൽ മാത്രം ബന്ധം ഉണ്ടാക്കണം. അപ്പം ഞാനിത് ഡിവൈഡ് ചെയ്താൽ എ ബി ഫാക്ടർ ഓഫ് 6 ആണ്, ബി സി ഫാക്ടർ ഓഫ് 6 ആണെങ്കിൽ വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കൂ, എ ബി സ്ക്വയർ സി ഈസ് എ ഫാക്ടർ ഓഫ് 6 എന്ന് പറയാം അല്ലേ? ശരിയല്ലേ? എ ബി സ്ക്വയർ സി, കാരണം എ ബി ഇൻറ്റു ബി സി എന്താ? എ ബി സ്ക്വയർ സി ആണ്. അപ്പോൾ എ ബി സ്ക്വയർ സി ഈസ് എ ഫാക്ടർ ഓഫ് 6 പറയാം. പക്ഷേ എ ബി സ്ക്വയർ സി ഫാക്ടർ ഓഫ് 6 ആണെങ്കിൽ ക്യാൻ യു സേ എ സി ഈസ് എ ഫാക്ടർ ഓഫ് 6? ഇത് പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം നമുക്ക് പറയാം. അപ്പോൾ പറ്റില്ല എന്നുള്ളതിൻ്റെ കാരണം വെച്ചാൽ ഈ ബി സ്ക്വയർ 6ൻ്റെ മൾട്ടിപ്പിൾ ആവണമെന്നില്ല. ഈ ബി സ്ക്വയർ 6ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിലേ എ സി 6ൻ്റെ മൾട്ടിപ്പിൾ ആവുള്ളൂ. മനസ്സിലാവുണ്ടോ? അതാണല്ലേ ലോജിക്ക്. നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പം ട്രാൻസിറ്റീവ് അല്ല, കാരണം അതൊന്നും ഫോളോ ചെയ്യില്ല. എ ബി സ്ക്വയർ സി ഈസ് എ ഫാക്ടർ ഓഫ് 6 എന്ന് എ സി ഈസ് എ ഫാക്ടർ ഓഫ് 6 ഫോളോ ചെയ്യില്ല. അപ്പോൾ നമുക്കത് നോക്കേണ്ട കാര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. ഒരു എക്സാമ്പിൾ നോക്കും. ഇപ്പം 1 ആരായിട്ട് ബന്ധമുണ്ടാവും? 6 ആയിട്ട് ബന്ധമുണ്ടാവും. കാരണം എന്താ? 1 × 6 ഈസ് എ ഫാക്ടർ ഓഫ് 6 അല്ലേ? 6 ആയിട്ട് ബന്ധമുള്ള ഒരു സാധനം പറയൂ. 6 ഈസ് എ 6 5 ആറിലുണ്ടാവില്ലേ? എന്താ? 1 6 ആയിട്ട് ബന്ധമുണ്ട്. കാരണം എന്താ? 1 × 6 is 6. 6 is a factor of 6. 6 × 5 30 ആണ്. 30 is a factor of 6. അപ്പോൾ 6 5 ബന്ധമുണ്ട്. അപ്പോൾ 1 6 ആറിലുണ്ട്, 6 5 ആറിലുണ്ടെങ്കിൽ എന്ത് വേണം? 1 5 ആറിലുണ്ടാവണം ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ. Can you say 1 5 belong to R? ഇല്ല, കാരണം 1 5 ആണെങ്കിൽ 1 × 5 വരും. 5 is not a factor of 6. അപ്പോൾ 1 5 does not belong to R. അപ്പം not transitive. No ആണ് ഉത്തരം. It is not transitive. എന്താ റീസൺ? റീസൺ എന്താ? 1 6 belongs to R, 6 5 belongs to R. Does 1 6 ആറിലുണ്ട്, 6 5 ആറിലുണ്ട്, പക്ഷേ 1 5 ആറിലില്ല. അതുകൊണ്ട് അത് ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് അത് ബ്ലോക്ക് ആവണമെന്ന് മനസ്സിലാക്കിയിട്ട് വേണം എക്സാമ്പിളിലേക്ക് തരാൻ. ബ്ലോക്ക് ആവണമെന്ന് മനസ്സിലായോ? കാരണം എ ബി ഇസ് എ ഫാക്ടർ ഓഫ് 6, ബി സി ഇസ് എ ഫാക്ടർ ഓഫ് 6 ഇംപ്ലൈ ചെയ്യുന്ന എ ബി സ്ക്വയർ ഇസ് എ ഫാക്ടർ ഓഫ് 6 ആണ്. അപ്പോൾ ഇത് ഫാക്ടർ ഓഫ് 6 ആവണമെങ്കിൽ ഇതിന്ന് എ സി വരണമെങ്കിൽ ബി സ്ക്വയർ ഫാക്ടർ ഓഫ് 6 ആണ്. ബി എന്താണെന്ന് അറിയില്ല, അപ്പോൾ ബി സ്ക്വയർ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ബി എന്ത് തന്നെയായാലും ബി സ്ക്വയർ ഫാക്ടർ ഓഫ് 6 ആവണമെന്നില്ല. അതുകൊണ്ട് ഇതിന്ന് എ സി ഫാക്ടർ ഓഫ് 6 ഇംപ്ലൈ ചെയ്യില്ല. പക്ഷേ നമുക്കൊരു എക്സാമ്പിൾ മതി. അപ്പം നോ ഈസ് ആൻസർ. ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ് ബിക്കോസ് 1 6 belongs to R, 6 5 belongs to R, but 1 5 does not belong to R. അപ്പോൾ ഈ റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് അല്ല. ക്ലിയർ അല്ലേ? ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 7. ഇനി നമുക്ക് 8ാമത്തെ ചോദ്യം നോക്കാം അല്ലേ? 8ാമത്തെ ചോദ്യം ഇതാണ്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം, വേറെ ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ സപ്പോസ് എ ഈക്വൽസ് 1, 2, 3. എ ഈക്വൽസ് 1, 2, 3. ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, if R is a relation on A which is reflexive, what is the minimum number of elements in R? If R is a relation in A which is reflexive, what is the minimum number of elements in R? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആണത്. അപ്പോൾ R ഇതിലൊരു റിലേഷൻ ആണെങ്കിൽ, റിഫ്ലെക്സീവ് ആണെങ്കിൽ, ആ ആറിൽ മിനിമം എത്ര ആൾക്കാരുണ്ടാവും? വാട്ട് ഇസ് ദ ആൻസർ? മിനിമം എത്ര ആൾക്കാരുണ്ടാവണം? ഇപ്പം ഇങ്ങനൊരു R ഇതെടുത്തു, ഇപ്പം വെറും 1 1 എടുത്തു. 1 1 റിഫ്ലെക്സീവ് ആണോ? അല്ല. സിമെട്രിക് ആണോ? ആണ്. ട്രാൻസിറ്റീവ് ആണോ? ആണ്. ഇത് റിഫ്ലെക്സീവ് അല്ലാത്തതിൻ്റെ കാര്യം എന്താ? 2 2 3 3 ഇല്ല. അപ്പം വാട്ട് ഇസ് ദ മിനിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് റിക്വയർഡ് ഫോർ എ റിലേഷൻ ടു ബിക്കം റിഫ്ലെക്സീവ്? മിനിമം n elements. If A contains n elements, ഇവിടെ 3 elements ഉണ്ട്. അപ്പം what is the minimum number of elements required? 3 elements. What are 3 elements? 1 1 2 2 3 3. So what is the answer? 3. അപ്പോൾ ഇവിടെ 10 എലമെൻറ്റ്സ് ആണെങ്കിൽ ഇവിടെ 10 ആയിരിക്കും, ഇവിടെ 20 എലമെൻറ്റ്സ് ആണെങ്കിൽ ഇവിടെ 20 ആയിരിക്കും, ഇവിടെ n എലമെൻറ്റ്സ് ആണെങ്കിൽ ഇവിടെ
n. Minimum number of elements required for R. Minimum number of elements in R. If R is a reflexive relation on A, minimum number of elements required, minimum number of elements in R should be, minimum number of elements will be 3. ഏതൊക്കെയാണോ 3 elements? 1 1 2 2 3 3. നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, ഇതേ ചോദ്യം ഇങ്ങനെയായിരുന്നു വെച്ചോളൂ. ഇഫ് ആർ ഇസ് സിമെട്രിക്, അടുത്ത ചോദ്യമാണ്. ഈ റിഫ്ലെക്സിന് പകരം സിമെട്രിക് അയച്ചോളൂ. ഇത് രണ്ടാമത്തെ ചോദ്യമാണേ. ഞാൻ അതിൽ തന്നെ വായിച്ചതിന് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. സിമെട്രിക്, ദിസ് ഇസ് ഇനഫ്. ഇതേ ചോദ്യം സിമെട്രിക് ആണെങ്കിൽ വാട്ട്സ് ദ മിനിമം നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ ആർ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിഫ്ലെക്സീവ് ആണെങ്കിൽ മിനിമം 3 ആൾക്കാർ വേണം. ഇഫ് ആർ ഇസ് എ റിലേഷൻ ഓൺ എ വിച്ച് ഇസ് സിമെട്രിക്, ആയിട്ട് വ്യത്യാസം ശ്രദ്ധിക്കുക. സിമെട്രിക് ആണെങ്കിൽ വാട്ട് ഇസ് ദ മിനിമം നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ ആർ? എന്തായിരിക്കണം നോക്കാം. സപ്പോസ് ആർ ഇസ് ഈക്വൽ ടു 1 1 1. ഇത് സിമെട്രിക് ആണോ? സിമെട്രിക് ആണ്. കാരണം 1 1 ഉണ്ട്, 1 1 ഉണ്ട്, തിരിച്ചിട്ടാ 1 1 ഉണ്ട്. സിമെട്രിക് ആണ്. ഇതിപ്പോൾ നൾ സെറ്റ് വെച്ചോ. സപ്പോസ് ആർ ഇസ് നൾ സെറ്റ്, ഈസ് ഇറ്റ് സിമെട്രിക്? നൾ സെറ്റ് റിഫ്ലെക്സീവ് അല്ല, പക്ഷേ നൾ സെറ്റ് സിമെട്രിക് ആണോ? സിമെട്രിക് ആണ്. എന്താ സിമെട്രിക് ആവാൻ കാരണം? എക്ക് ബി ആയിട്ട് ബന്ധമുണ്ടെങ്കിലേ ബിക്ക് എ ആയിട്ട് ബന്ധം ഉണ്ടാവേണ്ടു. ഇവിടെ ആരുമില്ല, ആർക്കും ആരായിട്ടും ബന്ധമില്ല, അപ്പോൾ തിരിച്ചും ബന്ധം ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് അത് സിമെട്രിക് ആണ്. നൾ സെറ്റ് ഈസ് സിമെട്രിക്. അപ്പോൾ വാട്ട്സ് ദ മിനിമം നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ ആർ? ഇറ്റ് ക്യാൻ ബി നൾ സെറ്റ്. അപ്പോൾ മിനിമം ഓഫ് എലിമെന്റ്സ് ഷുഡ് ബി 0. കാരണം നൾ സെറ്റിലെ നമ്പർ ഓഫ് എലിമെന്റ്സ് എന്താ? 0. എ നൾ സെറ്റ് ഈസ് എ സിമെട്രിക് റിലേഷൻ. എ നൾ സെറ്റ് ഈസ് എ ട്രാൻസിറ്റീവ് റിലേഷൻ ഓൾസോ. നൾ സെറ്റ് ട്രാൻസിറ്റീവ് കൂടിയാണ്. അപ്പോൾ ആർ ഒരു നൾ സെറ്റ് റിലേഷൻ, നൾ സെറ്റാണ് സെറ്റെങ്കിൽ അത് റിഫ്ലെക്സീവ് അല്ല, പക്ഷേ സിമെട്രിക്കും ആണ്, ട്രാൻസിറ്റീവ് ആണ്. കാരണം ട്രാൻസിറ്റീവ് എന്താ? എക്ക് ബി ആയിട്ടും ബിക്ക് സി ആയിട്ടും ബന്ധമുണ്ടെങ്കിൽ എക്ക് സി ആയിട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് ട്രാൻസിറ്റീവ് ആണ്. അപ്പം അടുത്ത ചോദ്യം വേണമെങ്കിൽ ഇങ്ങനെ പറയാം. നമ്പർ 3. എന്താ നമ്പർ 3? ഇഫ് ആർ ഇസ് എ റിലേഷൻ ഓൺ ആർ വിച്ച് ഇസ് ട്രാൻസിറ്റീവ്, what is the minimum number of elements in R? And the answer is transitive ആണെങ്കിൽ R ലെ minimum number of elements എത്ര വേണം? Null set is transitive relation. What is the minimum number of elements in R? Should be 0. It can be 0. 0 ആവാം. Minimum number of elements can be 0 because null set is a transitive relation. അപ്പോൾ ഓർക്കുക, null set is transitive, null set is symmetric. പക്ഷേ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ n എലമെൻറ്റ്സ് മിനിമം ഉണ്ടാവണം. ഇഫ് എ കണ്ടെയ്ൻസ് n എലമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ എ കണ്ടെയ്ൻസ് 3 എലമെൻറ്റ്സ്, മിനിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഷുഡ് ബി 3. ഓക്കെ, ഇത് വേറൊരു ചോദ്യം കൂടി ചോദിക്കാം. ഇഫ് ആർ ഇസ് ഇൻ ഇക്വിവാലൻസ്, നമ്പർ 4. ഇഫ് ആർ ഇസ് എ റിലേഷൻ ഇൻ എ വിച്ച് ഇസ് ഇക്വിവാലൻസ്, വാട്ട് ഇസ് ദ മിനിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ആർ? എന്തായിരിക്കും എന്ന് പറയൂ. റിഫ്ലെക്സീവിന് മിനിമം 3 ആൾക്കാർ വേണം. സിമെട്രിക്കിന് ആരും വേണമെന്നില്ല, നൾ സെറ്റ് ക്യാൻ ബി സിമെട്രിക്. ട്രാൻസിറ്റീവിന് ആരും വേണമെന്നില്ല. അപ്പം നമ്മൾ എന്തായാലും ഇവരുണ്ടാവണം. 1 1 2 2 3 3 പറയുന്ന റിലേഷൻ എന്താ? ഇതെന്ത് റിലേഷനാണ്? എ എന്നുള്ള സെറ്റിൽ ഇങ്ങനെ റിലേഷൻ ഡിഫൈൻ ചെയ്താൽ അത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ് അല്ലേ? 1 1 2 2 3 3 എന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്. കാരണം 1 1 ഉണ്ട്, 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 3 3 ഉണ്ട്. പിന്നെ 1 1 1 കണക്ട് ചെയ്യാൻ ആരുമില്ല, അതുകൊണ്ട് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഈ റിലേഷൻ ഇക്വിവാലൻസ് ആണ്. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇക്വിവാലൻസ് ആണ്. ഇക്വിവാലൻസ് ആണ്. ഈ ഇക്വിവാലൻസ് റിലേഷൻ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ദിസ് ഇസ് എ സ്മോളസ്റ്റ് ഇക്വിവാലൻസ് റിലേഷൻ. ഇറ്റ് ഇസ് എ സ്മോളസ്റ്റ് equivalence relation. Smallest equivalence relation that can be defined on A. എയിൽ ഡിഫൈൻ ചെയ്യാൻ പാകത്തിലുള്ള ഏറ്റവും ചെറിയ ഇക്വാലൻസ് റിലേഷൻ ആണ് 1 1 2 2 3 3. മനസ്സിലുണ്ടോ? അപ്പോൾ വാട്ട് ഇസ് ദ ഇക്വാലൻസ് റിലേഷൻ? ഇക്വാലൻസ് റിലേഷൻ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. വാട്ട് ഇസ് ദ മിനിമം നമ്പർ ഓഫ് എലമെന്റ്സ് റിക്വയർഡ്? 3. ക്ലിയർ ആണോ? അതെന്തായിരിക്കും? 1 1 2 2 3 3. 1 1 2 2 3 3 എന്നുള്ള റിലേഷൻ എന്താ? സ്മോളസ്റ്റ് ഇക്വാലൻസ് റിലേഷൻ. അപ്പോൾ ആ റിലേഷൻ്റെ കാര്യം കൂടി ശ്രദ്ധിക്കാം. നോക്കൂ, ഇത് എ ആണ്, ഇത് എ ആണെങ്കിൽ 1 2 3 1 2 3 കണ്ടോ? 1 goes to 1, 2 goes to 2, 3 goes to 3. ഇതാണ് റിലേഷൻ. ഈ റിലേഷൻ എയിലേക്ക് പോകുന്ന റിലേഷനാണ്. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്, ഇക്വാലൻ്റ് ആണ്, സ്മോളസ്റ്റ് ഇക്വാലൻസ് റിലേഷൻ ആണ്. ഇതിന് വേറൊരു പേര് കൂടി ഉണ്ട്. വി കോൾ ഇറ്റ്
ഇത് ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. ഇത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കൂടിയാണ്. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഇതൊരു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കൂടിയാണ്. അപ്പം റിഫ്ലെക്സീവായിട്ട് ഒരൊറ്റ റിലേഷനേ ഉള്ളൂ ഫംഗ്ഷനായിട്ട്, വിച്ച് ഇസ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. അപ്പോൾ ഇതൊരു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ റിഫ്ലെക്സീവ് ആണ്, പക്ഷേ റിഫ്ലെക്സീവ് റിലേഷൻ ഐഡൻറ്റിറ്റി റിലേഷൻ അല്ല കേട്ടോ. കാരണം ഇതിനോട് കൂടെ 1 2 കൂടി ഉണ്ടെങ്കിലും റിഫ്ലെക്സീവ് ആണ്, 2 കൂടി ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ ആവില്ല. അപ്പം റിഫ്ലെക്സീവ് റിലേഷൻസ്, ഇത് റിഫ്ലെക്സീവ് റിലേഷനാണ്. 1 1 2 2 3 3 റിഫ്ലെക്സീവ് റിലേഷനാണ്, ഐഡൻറ്റിറ്റി റിലേഷൻ കൂടിയാണ്, അത് ഫംഗ്ഷൻ കൂടിയാണ്. മനസ്സിലുണ്ടോ? ഇറ്റ് ഇസ് ദ സ്മോളസ്റ്റ് ഇക്വാലൻസ് റിലേഷൻ ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഓൺ ഇറ്റ്. ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ A 1 2 3 ആയിട്ടുള്ളൂ. ഒരു 1 2 3യുടെ സെറ്റാണ്. ഇതിൽ എത്ര ഇക്വാലൻസ് അല്ല എത്ര റിഫ്ലെക്സീവ് റിലേഷൻ, ഹൗ മെനി റിഫ്ലെക്സീവ് റിലേഷൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ഓൺ ഇറ്റ്? ചോദ്യം ഇതാണ്, ഹൗ മെനി റിഫ്ലെക്സീവ് റിലേഷൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ഓൺ ഇറ്റ്? ഹൗ മെനി reflexive relations can be defined on A. How many reflexive relations can be defined on A? ഇതിലൊരു ഫോർമുലയുണ്ട്. അപ്പോൾ എയിൽ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, സപ്പോസ് A contains n elements, number of elements in A, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ n ആണെങ്കിൽ, എയിൽ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ A ക്രോസ് എയിൽ n² എലമെൻറ്റ്സ് ഉണ്ടാവും. A ക്രോസ് എയിൽ n² എലമെൻറ്റ്സ് ഉണ്ടാവും. A ക്രോസ് എയുടെ ഉള്ളിൽ നിന്ന് വരുന്ന സബ്സെറ്റ്സിനെയാണ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൗ മെനി റിലേഷൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ഫ്രം A to A? Can be defined from A to A. n² എലമെൻസിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സബ്സെറ്റ്സ് ഒക്കെ റിലേഷനാണ്. അപ്പോൾ ഹൗ മെനി റിലേഷൻസ് ക്യാൻ ബി ഡിഫൈൻഡ്? 2 power n². ഇവിടെ എ നിന്ന് ബിയിലേക്കാണെങ്കിൽ 2 raised to mn പഠിച്ചിട്ടുണ്ട്. എയിൽ m എലമെൻസും ബിയിൽ n എലമെൻസും ആണെങ്കിൽ A ക്രോസ് ബിയിൽ mn എലമെൻസ് ഉണ്ടാവും. ഹൗ മെനി സബ്സെറ്റ്സ്? 2 raised to mn സബ്സെറ്റ്സ്. അപ്പോൾ 2 raised to mn റിലേഷൻസ്. ഇവിടെ എന്ന് എയിലേക്ക് തന്നെ, എയിൽ n എലമെൻസ് ആണെങ്കിൽ A ക്രോസ് എയിൽ n² എലമെൻസ് ഉണ്ടാവും. അപ്പോൾ ഹൗ മെനി റിലേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ഫ്രം A to A? ഇറ്റ് ഇസ് 2 raised to n² റിലേഷൻസ്. 2 raised to n² സബ്സെറ്റ്സ് ഉണ്ടാവും. അപ്പോൾ 2 raised to n² റിലേഷൻസ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്പർ ഓഫ് reflexive relations. Defined from A to A. എന്ന് എയിലേക്ക് എത്ര റിഫ്ലെക്സീവ് റിലേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും? റിഫ്ലെക്സീവ് റിലേഷൻ ഡിഫൈൻ ചെയ്യുമ്പം എല്ലാ സബ്സെറ്റിലും n എലമെൻറ്റ്സ് റിസർവ്ഡ് ആണ്. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യാം? ഇറ്റ് ഇസ് 2 raised to ആ n എലമെൻറ്റ്സ് തൽക്കാലം മാറ്റിയിട്ടിട്ട് ബാക്കിയുള്ളതിൻ്റെ പവർ എടുക്കുക. അപ്പോൾ ഇറ്റ് ഇസ് 2 raised to n² minus n സബ്സെറ്റ്സ്. അപ്പോൾ 2 raised to n² minus n റിഫ്ലെക്സീവ് റിലേഷൻസ്. ഇത് ബൈ ഹാർട്ട് പഠിക്കുക. നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ് ഇസ് 2 raised to n² minus n. ഇനി നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻസ്. From A to A, it is 2 raised to n into n plus 1 by 2. അപ്പോൾ മൂന്ന് ഐഡിയാസ്. എ എന്നുള്ള സെറ്റിൽ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ A ക്രോസ് എയിൽ n² എലമെൻറ്റ്സ് ഉണ്ടാവും. നമ്പർ ഓഫ് റിലേഷൻസ് വിൽ ബി 2 raised to n². പിന്നെ നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻസ് എന്തായിരിക്കും? അല്ല, നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ് വിൽ ബി 2 raised to n² minus n. പിന്നെ നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻസ് എന്തായിരിക്കും? 2 raised to n into n plus 1 by 2. ഇതിനൊക്കെ പ്രൂഫ് ഉണ്ട്. യു ജസ്റ്റ് ലേൺ ദിസ് ഫോർമുല ആസ് ഇറ്റ് ഇസ്. പ്രൂഫ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഐഡിയ വെച്ചാൽ, ഇഫ് യു ടേക്ക് ദിസ് ഐഡിയ ഫോർ ഗ്രാൻഡഡ്, വാട്ട് ഇസ് ദ ആൻസർ? ഹൗ മെനി റിഫ്ലെക്സീവ് റിലേഷൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ഓൺ എ? ഹൗ മെനി റിലേഷൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ഓൺ എ? അപ്പം ഇതിങ്ങനെ ചോദ്യം വെച്ചോളൂ. ഹൗ മെനി, ആദ്യത്തെ ചോദ്യം ഇങ്ങനെ വെച്ചോളൂ. ഹൗ many relations can be defined on A? How many relations can be defined on A? How many relations can be defined on A? What is the answer? എയിൽ എത്ര റിലേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഒന്ന് നോക്കൂ. 2 raised to n². അപ്പോൾ എയിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. A ക്രോസ് എയിൽ 9 എലമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സബ്സെറ്റാണ്. ആൻസർ ഇസ് 2 raised to 9.
2 raised to 9 എത്രയാണ് 512 അല്ലേ 512. ഇനി ഹൗ മെനി റിഫ്ലെക്സീവ് റിലേഷൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ഓൺ എ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഹൗ മെനി റിഫ്ലെക്സീവ് റിലേഷൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ഓൺ എ? എന്തായിരിക്കും ആൻസർ? റിഫ്ലെക്സീവ് റിലേഷൻസ് 2 raised to n square minus n. അപ്പോൾ എന്താ വരിക? 2 raised to n square എന്ന് പറയുമ്പോൾ 9 മൈനസ് 3 6 2 raised to 6. അപ്പോൾ എത്രയായി 2 raised to 6? 64. അപ്പോൾ 512 റിലേഷൻസ് ഉണ്ടാവും, 64 റിഫ്ലെക്സീവ് റിലേഷൻസ് ഉണ്ടാവും. 64 റിഫ്ലെക്സീവ് റിലേഷൻസ് ഉണ്ടാവും. 3. ഹൗ മെനി സിമെട്രിക് റിലേഷൻസ് ക്യാൻ ബി ഡിഫൈൻഡ്? ഹൗ മെനി സിമെട്രിക് റിലേഷൻസ് ക്യാൻ ബി ഡിഫൈൻഡ്? Can be defined on A. Symmetric relations. And the 2 raised to n into n plus 1 by 2. 2 raised to 3 into 4 by 2. But it is again 6. 2 raised to 6. അത് രണ്ടും 2 raised to 6 അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് സിമെട്രിക് എയിൽ 3 എലമെൻറ്റ്സ് ആണെങ്കിൽ നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസും നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻസും ഒന്നാണ്. അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻ എ സെറ്റ് കണ്ടെയ്നിങ് n എലമെൻറ്റ്സ് നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻസ്. വാട്ട്സ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ആർ? ഇൻ എ. എയിൽ n എലമെൻറ്റ്സ് ഉണ്ട്. എയിൽ ഡിഫൈൻ ചെയ്ത നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസും എയിൽ ഡിഫൈൻ ചെയ്ത നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻസും ഒന്നാണെങ്കിൽ, നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻസും നമ്പർ ഓഫ് സിമെട്രിക് റിഫ്ലെക്സീവ് റിലേഷൻസും ഒന്നാണെങ്കിൽ എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3 എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ പറയാം. അതായത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ മതി. n സ്ക്വയർ മൈനസ് എന്നും n into n plus 1 by 2 കൂടി ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിന് ലാസ്റ്റ് ഒരു ചോദ്യമുണ്ട്. ഹൗ മെനി ഇക്വാലൻസ് റിലേഷൻസ്? അപ്പം ഇതിന് മാത്രമേ ഫോർമുല ഉള്ളൂ. നമ്പർ ഓഫ് റിലേഷൻസ്, നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ്, നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻസ്. ഇതിന് മാത്രമേ ഫോർമുല ഉള്ളൂ. ഇതിലൊരു ചോദ്യം കൂടി ഉണ്ട്. എത്ര റിഫ്ലെക്സീവ് റിലേഷൻസ് ഉണ്ട് ഫംഗ്ഷനായിട്ട്? ഹൗ മെനി റിഫ്ലെക്സീവ് റിലേഷൻസ് ആർ ദേ വിച്ച് ആർ ഫംഗ്ഷൻസ്? ഇപ്പോൾ എന്ന് എയിലേക്ക് എത്ര റിഫ്ലെക്സീവ് റിലേഷൻസ് ഉണ്ട് ഫംഗ്ഷൻസ് ആയിട്ട്? നമ്പർ 4. ഹൗ മെനി റിഫ്ലെക്സീവ് റിലേഷൻസ് can be defined on A, which are functions. ഫങ്ഷൻസ് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. എന്താ ഫങ്ഷൻസിൻ്റെ പരിപാടി? എല്ലാവർക്കും യുണീക്കായിട്ടുള്ള ഇമേജ് ഉണ്ടാവണം. ഒരാൾക്ക് ഒന്നിലധികം ഇമേജ് അവിടെ ഉണ്ടാവാൻ പാടില്ല. പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. എല്ലാവർക്കും ഇവിടെ ഇമേജ് ഉണ്ടാവണം. അപ്പം റിഫ്ലെക്സീവ് ആണെങ്കിൽ നോക്കൂ, 1 1 2 2 3 3 ഇതുണ്ടാവണം നിർബന്ധം. പിന്നെ ഒരു റിലേഷൻ കൂടി എക്സ്ട്രാ വന്നാൽ അത് ഫങ്ഷൻ ആവില്ല. 1 1 1 2 ഉണ്ടായ ഒരാൾക്ക് 2 ഇമേജ് ആയില്ലേ? മനസ്സിലുണ്ടോ? അതായത് ഇപ്പം ഇതൊരു റിഫ്ലെക്സീവ് റിലേഷനാണ്. നോക്കൂ, ഇതൊരു റിഫ്ലെക്സീവ് റിലേഷനാണ്. 1 1 2 2 3 3 ഇതൊരു റിഫ്ലെക്സീവ് റിലേഷൻ. ഇതാണ് സ്മോളസ്റ്റ് ഇക്വാലൈസേഷൻ. അല്ല, സ്മോളസ്റ്റ് ഇക്വാലൈസേഷൻ. ദിസ് ഇസ് ദ സ്മോളസ്റ്റ് റിഫ്ലെക്സീവ് റിലേഷൻ ഓൾസോ. 1 1 2 2 3 3 മാത്രമല്ല, A 1 2 3 ആണെങ്കിൽ. അപ്പോൾ 1 1 2 2 3 3 1 2 കൂടി ഉണ്ടെങ്കിൽ റിഫ്ലെക്സീവ് ആവും. അപ്പോൾ 1 2 കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ വരില്ലേ? കണ്ടു, ഒരാൾക്ക് 2 ഇമേജ് ആയി. ഇപ്പോൾ റിഫ്ലെക്സീവ് ആവില്ല. അല്ല, റിഫ്ലെക്സീവ് ആവും, പക്ഷേ എന്താവില്ല? ഫങ്ഷൻ ആവില്ല. അപ്പം ഈ എന്താ പറയുക, 64 റിഫ്ലെക്സീവ് റിലേഷൻസ് ഉണ്ട് പറഞ്ഞു. ഈ 64 റിഫ്ലെക്സീവ് റിലേഷൻസിൽ എത്ര റിഫ്ലെക്സീവ് റിലേഷൻസേ ഉണ്ടാവുള്ളൂ ഫംഗ്ഷനായിട്ട്? ഒരൊറ്റ ഒന്ന്. ഇതാ ഒറ്റ ഒന്ന്. ഇത് ഒറ്റ ഒന്നാണ്. 1 1 2 2 3 3 പറഞ്ഞാൽ 3 എണ്ണമല്ല, ഒറ്റ ഒന്നാണ്. 1 1ലേക്ക് പോവുക, 2 2ലേക്ക് പോവുക. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ മാത്രമാണ് ഫംഗ്ഷനായിട്ടുള്ളത്. അപ്പം നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ഫ്രം A to A which are functions is equal to just 1. What is that one function? Identity function. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ആ ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണിത്. 1 1 2 2 3 3 മാത്രമായിട്ട്. അതായിരിക്കും ഏറ്റവും ചെറിയ റിഫ്ലെക്സീവ് റിലേഷൻ, അഥവാ ഏറ്റവും ചെറിയ ഇക്വിവാലൻസ് റിലേഷൻ. ക്ലിയർ അല്ലേ? റൈറ്റ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, എത്ര ഇക്വിവാലൻസ് റിലേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇനിയൊന്നും ഫോർമുലയില്ല. ട്രാൻസിറ്റീവിന് ഫോർമുലയില്ല, ഇക്വിവാലൻസ് റിലേഷനും ഫോർമുലയില്ല. പക്ഷേ A equals 1, 2, 3. How many equivalence relations can be defined? അഞ്ചാമത്തെ, how many? I'll list out the equivalence relations that can be defined on A.
എയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഇക്വാലൻസ് റിലേഷൻസ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയാം. നോക്കാം, എന്തായാലും ആദ്യം എന്തുണ്ടാവണം? 1 1 2 2 3 3 ഉണ്ടാവണം. നല്ല റിഫ്ലെക്സീവ് ഉള്ളൂ. ഒന്നാമത്തെ ആൻസറാണേ. ഒന്നാമത്തെ R1 ഈക്വൽസ് എന്തായിരിക്കും? R1 ആദ്യത്തെ ഇക്വാലൻസ് റിലേഷൻ 1 1 2 2 3 3. ഇതാണ് ഏറ്റവും സ്മോളസ്റ്റ് ഇക്വാലൻസ് റിലേഷൻ ഡിഫൈൻഡ് ആണ് അല്ലേ? 1 1 2 2 3 3. ഓക്കെ. R2 ഇവരെന്തായാലും ഉണ്ടാവണം. 1 1 2 2 3 3 എന്തായാലും ഉണ്ടാവണം. കൂടാതെ 1 2 ഉണ്ടാവണം, 2 1 ഉണ്ടാവണം. 1 2 2 1 ഉണ്ടെങ്കിൽ ഇക്വാലൻസ് ആണ് കേട്ടോ. 1 2 2 1 ഉണ്ടെങ്കിൽ സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഇക്വാലൻസ് ആണ്. R2 R3 1 1 2 2 3 3 എന്തായാലും ഉണ്ടാവണേ. 1 1 2 2 3 3 എന്തായാലും ഉണ്ടാവണം. പിന്നെ 2 3 3 2 2 3 3 2 ഉണ്ടെങ്കിൽ 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം. അതിലുണ്ട്, ട്രാൻസിറ്റീവ് ആണ്. R4 1 1 2 2 3 3 1 3 3 1. ഇതും ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണ്. ഇത് ലാസ്റ്റ് R5 മൊത്തം എടുക്കുക, A ക്രോസ് A മൊത്തം എടുക്കുക. അപ്പോൾ അങ്ങനെ 5 ഇക്വാലൻസ് റിലേഷൻസ് ആണ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ A ഈക്വൽസ് 1 2 3 ആണെങ്കിൽ ഹൗ മെനി ഇക്വാലൻസ് റിലേഷൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ഓൺ R1 R2 R3 R4 R5. R5 ഈസ് ദ ഹോൾ സെറ്റ്. A ക്രോസ് A മൊത്തമായിട്ട് എടുക്കുക. ഇതിന് പറയുന്ന പേരാണ്, A ക്രോസ് Aക്ക് പറയുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. We call it universal relation. ഇതാണ് ഏറ്റവും ചെറുത്, ഇതാണ് ഏറ്റവും വലുത്. യൂണിവേഴ്സൽ റിലേഷൻ ആണ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദിസ് ഇസ് എ സ്മോളസ്റ്റ്. ഐഡൻറ്റിറ്റി റിലേഷൻ ആണ് ദ സ്മോളസ്റ്റ്. അപ്പോൾ ഇതിൽ ആകെ ഉള്ളത് ഫംഗ്ഷനായിട്ട് ഇത് മാത്രമേ ഉള്ളൂ, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ മാത്രം, വിച്ച് ഇസ് ഇക്വാലൻസ്. മനസ്സിലായില്ലേ? ഓക്കെ, ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 9. ഓക്കെ, നമുക്ക് 10ാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. 10ാമത്തെ ചോദ്യം, ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് എ റിലേഷൻ A equals 1 2 3 4 which is reflexive and transitive but not symmetric. Reflexive ആവണം, ട്രാൻസിറ്റീവ് ആവണം, പക്ഷെ എന്താവരുത്? സിമെട്രിക് ആവരുത്. നോക്കാം, റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്ത് വേണം? 1 1 2 2 3 3 4 4 ഉണ്ടാവണം. സിമെട്രിക് ആവരുത്. സിമെട്രിക് ആവാതിരിക്കണമെങ്കിൽ ഒരാൾ വെച്ചാൽ മതി, 1 2 കൂടി വെച്ചാൽ മതി പോരെ. 1 2 ഉണ്ട്, 2 1 ഇല്ല, അതുകൊണ്ട് സിമെട്രിക് അല്ല. പക്ഷേ 1 2 ഉണ്ട്, 1 2 ഉണ്ടെങ്കിൽ 1 2നെ കണക്ട് ചെയ്യാൻ 2 2 1 2 2 2 എന്താ? 1 2 തന്നെ, അപ്പോൾ ട്രാൻസിറ്റീവ് ആണ്. മനസ്സിലായില്ലേ? 1 2 2 2 1 2 ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ ദിസ് ഇസ് എ റിലേഷൻ വിച്ച് ഇസ് റിഫ്ലെക്സീവ് ആസ് വെൽ ആസ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ കുറേ എക്സാമ്പിൾസ് നിങ്ങൾ സ്വന്തം ഉണ്ടാക്കുക. റിഫ്ലെക്സീവും സിമെട്രിക്കും ആവാം, പക്ഷേ ട്രാൻസിറ്റീവ് അല്ല. റിഫ്ലെക്സീവും ട്രാൻസിറ്റീവ് ആവാം, സിമെട്രിക് അല്ല. അങ്ങനെ കുറേ എക്സാമ്പിൾസ്. പിന്നെ എല്ലാം ഈക്വാലൻസ് ആവാം. ഇങ്ങനത്തെ എക്സാമ്പിൾസൊക്കെ നിങ്ങൾ സ്വയം ഉണ്ടാക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലത്തെ കുറച്ച് PDF ഞാൻ അയച്ചു തരും. എന്നിട്ട് നിങ്ങളത് ഓരോ ക്വസ്റ്റ്യനായിട്ട് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് എനിക്ക് അയച്ചു തരാം. ഓക്കെ, ബൈ. വിൽ സ്റ്റോപ്പ് വിത്ത് ദാറ്റ്. ഇതോടുകൂടി റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.